പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താനാണോ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിവാദ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതാണ് നമ്മുടെ ചർച്ചയിലെ ചോദ്യം. ജിമ്മി, 30 ദിവസം കഴിഞ്ഞാൽ 31ാമത്തെ ദിവസം അയാൾ ജയിലിലാണെങ്കിൽ, ഏത് കുറ്റകൃത്യമാണെങ്കിലും 5 വർഷത്തിൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെങ്കിൽ മുഖ്യമന്ത്രിയാവട്ടെ മന്ത്രിയാവട്ടെ അയാൾ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും. പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താനാണോ? പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താനാണോ എന്നുള്ളതിലേക്ക് വരാം. പക്ഷേ ഒരു കള്ളൻ്റെ സദാചാര പ്രസംഗം അങ്ങനെ വേണം ഇന്ന് പാർലമെൻറ്റിൽ പെട്ടെന്ന് നടത്തിയ ആ ബില്ല് അവതരണത്തെ കാണേണ്ടത്. ആർക്കും അറിയില്ലായിരുന്നു. ഇന്നലെ രാത്രി പോലും ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വോട്ട് ചോരിയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളിൽ മര്യാദയ്ക്ക് ഒരു മറുപടി പോലും പറയാതെ പറഞ്ഞു വന്ന മറുപടിയെല്ലാം BJP നേതാക്കളുടേത് പൊളിഞ്ഞടുങ്ങി. അവസാനം വാർത്താസമ്മേളനം വിളിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് മുഴുവൻ ജനങ്ങൾ തെരുവിലെടുത്തിട്ട് അലക്കി മുഴുവൻ തകർന്നിരിക്കുമ്പോൾ പെട്ടെന്ന് പൊക്കിക്കൊണ്ട് വന്നതാണ് ഈ ബില്ല്. എന്തിനാ? ഞങ്ങൾ വോട്ട് കള്ളന്മാരാണെന്ന് പറഞ്ഞാൽ അതല്ല, ഞങ്ങൾ അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തുന്നവരാണ് എന്നൊരു പ്രതീതി ഉണ്ടാകാൻ ഒരു കാരണവശാലും ഈ ബില്ല് പാസ്സാകാൻ പോകുന്നില്ല. പാർലമെൻറ്റിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം, ആകെ പാർലമെൻറ്റിലെ അംഗസംഖ്യയുടെ പകുതി ഭൂരിപക്ഷം, ഇത്രയും മിനിമം വേണം. പിന്നെയാണ് ഭരണഘടനാ ഭേദഗതി ആയതിനുള്ള മറ്റ് നൂലാമാലകൾ. ഇത് ഉടനെ ഇങ്ങനെ നടക്കാൻ പോകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ നോക്കൂ, ഇന്നൊരു ദിവസം വോട്ട് ചോരിയെക്കുറിച്ചുള്ള ചർച്ചകൾ സ്റ്റാൾ ചെയ്യിക്കാൻ ഇവർക്ക് പറ്റി. ഇന്ന് വോട്ട് ചോരി അല്ല വിഷയം. ഇന്ന് ഈ ബില്ല് ശരിയോ തെറ്റോ എന്നുള്ളതാണ് ചോദ്യം. ഒറ്റ നോട്ടത്തിൽ ശരിയല്ലേ? രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി, മന്ത്രി, പ്രധാനമന്ത്രി, കേന്ദ്രത്തിലെ മന്ത്രിമാർ, ഇവരൊക്കെ ജയിലിൽ കിടക്കുന്ന കുറ്റം ചെയ്താൽ ജയിലിൽ കിടക്കുമ്പോൾ ഇവരൊക്കെ എന്തിനാ പ്രധാനമന്ത്രിയാകുന്നത്, ഇവരെന്തിനാ മുഖ്യമന്ത്രിയാകുന്നത്? വളരെ ന്യായമായ ചോദ്യം. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഇതിനകത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഇപ്പോൾ തന്നെ ഇതിനുള്ള പ്രൊവിഷനുണ്ട്. നിങ്ങളൊരു കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തിയാൽ ജയിലിൽ പോലും കിടക്കണ്ട. നിങ്ങളുടെ പുറത്ത് കോടതി ഒരു പിഴ ഈടാക്കിയാൽ നിങ്ങളുടെ MLA സ്ഥാനവും ജനപ്രതിനിധി സ്ഥാനവും പോകും. അതാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 8(1) വിശദമായി പറയുന്നത്. സെക്ഷൻ 8(3) എടുത്താൽ നിങ്ങൾക്ക് 2 വർഷത്തിന് മുകളിൽ കുറ്റമാണെങ്കിൽ അപ്പോഴും പോകും. അപ്പോൾ നമ്മുടെ നാട്ടിൽ 1951 പാസ്സായ ഒരു നിയമം ശക്തമായി നിൽക്കെ അതിൻ്റെ പേരിൽ പലർക്കും സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുക. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു നിയമം? ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ നാട്ടിലുള്ള നിയമം അനുസരിച്ച് കോടതി നിങ്ങളെ കുറ്റവാളിയാണെന്ന് കണ്ടെത്തണം. മറ്റേതാണെങ്കിലോ നിങ്ങളെ പിടിച്ചകത്തിട്ടാൽ മതി. അകത്തിട്ടാൽ മതി എന്ന് മാത്രമല്ല, ഒരു 30 ദിവസം കിടത്തണം. അതിനാണോ പാട്? അതിനല്ലേ നമ്മുടെ നാട്ടിൽ ED ഉണ്ട്, നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പിന്നെ ഏതൊക്കെയോ പുതിയ സംവിധാനങ്ങളുണ്ട്, NDA ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യില്ലാത്ത ഒന്നുമില്ല. അവിടെ നിങ്ങളെ 30 ദിവസത്തിൽ കൂടുതൽ അറസ്റ്റ് ചെയ്ത് ഇടാൻ ഒരു പാടുമില്ല എന്നുള്ളത് അതിൻ്റെയൊക്കെ നിയമത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ഒരാൾ അറസ്റ്റിലായെന്ന് വിചാരിക്കുക. മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അറസ്റ്റിലായാൽ സാധാരണ കേസിൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടണമെങ്കിൽ ഈ പ്രതി പ്രഥമ ദൃഷ്ടിയ, ഇയാൾ കുറ്റവാളി അല്ലെന്നല്ല, ഇയാൾ പ്രഥമ ദൃഷ്ടിയ ഇയാൾക്കൊരു സംശയത്തിന് ആനുകൂല്യം കൊടുക്കാം എന്ന് കോടതിക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടും. പക്ഷേ മണി ലോണ്ടറിങ് ആക്ട് പോലെയുള്ള നിയമങ്ങളിൽ നേരെ തിരിച്ചാണ്. ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. 2, ഇയാൾ ഒരു കാരണവശാലും ഇനി ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നും ബോധ്യപ്പെടണം. എന്ന് വെച്ചാൽ പ്രതി ബോധ്യപ്പെടുത്തണം. പ്രേക്ഷകരിൽ നിന്ന് വ്യത്യാസം മനസ്സിലാക്കണം. ബാക്കി എല്ലാ കാര്യത്തിലും ഇത് തെളിയിക്കേണ്ട ബാധ്യത ഇയാൾ പ്രഥമദൃഷ്ട്യാ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഇയാൾ പുറത്തിറങ്ങിയാൽ വീണ്ടും കുറ്റം ചെയ്യുമെന്നുള്ളതും അത് തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷൻ്റെയാണ്. അതാണ് നാട്ടിലെ നിയമം. പക്ഷേ ഈ നിയമത്തിൽ മാത്രം നേരെ തിരിച്ചാണ്. ഞാൻ കുറ്റവാളി അല്ല എന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പ്രതിക്കാണ്. ഞാൻ പുറത്തിറങ്ങിയാൽ ഞാൻ കുറ്റം ചെയ്യില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും എനിക്കാണ്. അങ്ങനെ ഇരിക്കൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല. ട്വിൻ കണ്ടീഷൻസ് ഓഫ് ബെയിൽ എന്നാണ് നിയമവിദഗ്ധർ ഇതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ എത്രയോ ദിവസം ജയിലിൽ കിടന്ന ആളുകളെ നമുക്കറിയില്ലേ. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ 5 മാസം കിടന്നു. അതുപോലെ തന്നെയാണ് ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ, ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗലിൻ്റെ മകൻ, അതുപോലെ തന്നെ തെലങ്കാനയിൽ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ K. കവിത എത്ര നാൾ കിടന്നു? എന്നിട്ടോ 30 അല്ല, 40 അല്ല, 100 അല്ല, അതിൽ കൂടുതൽ ദിവസങ്ങൾ കിടന്നു. എന്നിട്ടോ അവസാനം കോടതിയിൽ ചെല്ലുമ്പോൾ ഒരു കടലാസ് തെളിവ് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കോടതി കളിയാക്കി EDയെ പറഞ്ഞു വിട്ടിട്ടാണ് ഇവർക്ക് ജാമ്യം കൊടുക്കുന്നത്. ആർക്ക് പോയി? ജയിലിൽ കിടന്നവർക്ക് പോയി 5 മാസം. കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ തിരുത്തി കുറിച്ചു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് തന്നെ അവരുടെ കയ്യിൽ നിന്ന് പോയി. വളരെ എളുപ്പമുള്ള ഓപ്പറേഷൻ അല്ലേ? ഇത് ചെയ്യാമെന്നുള്ളത് ഇവർക്ക് കൃത്യമായി അറിയാം. മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം എത്ര പേർ ഇന്ത്യയിൽ അറസ്റ്റിലായിട്ടുണ്ട്, അതിൽ എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കണക്കൂടെ കേട്ടാൽ നിങ്ങൾക്കിതിൻ്റെ ഗൗരവം മനസ്സിലാകും. 193 കേസുകൾ ഈ മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തതിൽ രാഷ്ട്രീയക്കാരിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ വെറും 2 പേരെ മാത്രമാണ് ശിക്ഷിച്ചിട്ടുള്ളത്.
ഇനി ആകെ കേസുകളുടെ എണ്ണം 5000. അതിൽ നിങ്ങൾ വിശ്വസിക്കില്ല, വെറും 10 കേസുകളിൽ മാത്രമാണ് ശിക്ഷ ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ കയ്യിലെ വേട്ടപ്പട്ടിയായി വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനും വേണ്ടപ്പെടാത്തവരെ കടിച്ച് കീറാനും പറ്റുന്ന ഒരു സംവിധാനമാണ്. നമുക്കറിയാമല്ലോ, അസമിൽ ഇപ്പോൾ BJPയുടെ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് മണി ലോണ്ടറിങ് ആക്ട് അടക്കം പിടിച്ച് ക്ലിപ്പിട്ട് തൂക്കിയെടുത്തപ്പോഴാണ് സമസ്ത അപരാധം പറഞ്ഞ് BJPയിലേക്ക് മാറിയത്. ഇപ്പോൾ ആ കേസുമില്ല, ഒരു പുല്ലുമില്ല, അത് തീർന്നു. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ പിടിക്കാൻ പറ്റും എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് ചിദംബരത്തിൻ്റെ മകൻ കാർത്തിക് ചിദംബരത്തിൻ്റെ കേസിൽ സുപ്രീം കോടതി കൃത്യമായി ചോദിച്ചില്ലേ, ആർ യു ക്രൂക്സ്? കള്ളന്മാരോ കൊള്ളക്കാരോ ആണ് നിങ്ങൾ? എന്തെങ്കിലും തെളിവില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്ന് മാത്രമല്ല, ഇനി വേറൊരു കാര്യങ്ങൾ കേൾക്കൂ. നമ്മുടെ നാട്ടിൽ ഈ അഴിമതി നിരോധന നിയമം 1950കളിൽ വന്ന അഴിമതി നിരോധന നിയമം അത് 2018 ആകുമ്പോൾ ഇതേ കേന്ദ്ര സർക്കാർ, ഇതേ മോദി, ഇതേ അമിത്ഷാ തിരുത്തിയ തിരുത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ്? ഒരു സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങണമെങ്കിൽ തന്നെ അതാത് സർക്കാരിൻ്റെ അനുമതി വേണം. വിജിലൻസിന് അന്വേഷിക്കണമെങ്കിൽ സർക്കാർ സമ്മതിക്കണം, എങ്കിലേ അന്വേഷിക്കാൻ പറ്റൂ. ഡ്രാക്കോണിയൻ ലോ 17A ആണ് സെക്ഷൻ. കഴിഞ്ഞ ആഴ്ച ഇത് സംബന്ധിച്ച വിശദമായ സുപ്രീം കോടതി വാദപ്രതിവാദത്തിന് ശേഷം പ്രധാനപ്പെട്ട അഭിഭാഷകർ മറുവശത്ത് അണിനിരക്കുകയും കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ അണിനിരക്കുകയും ചെയ്ത പ്രശാന്ത് ഭൂഷൺ അതിഗംഭീരമായി വാദിച്ച കേസിൻ്റെ വാദം പൂർത്തിയായി, അതിപ്പോൾ വിധിക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് BJP സർക്കാരിൻ്റെ അഴിമതിക്കെതിരായ കുരിശുദ്ധത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്. പിടിച്ച രാഷ്ട്രീയ പ്രവർത്തകർ 99% പേരെ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ഊരിപ്പോകുന്നു. പക്ഷേ എത്രയോ നാൾ നിങ്ങൾ നിയമം ഉണ്ടാക്കി വെച്ചതിൻ്റെ പ്രത്യേകത കൊണ്ട് നിങ്ങൾക്ക് ജയിലിടാൻ പറ്റും. എന്നിട്ടോ വിജിലൻസ് അന്വേഷണം പോലെയുള്ള പ്രധാനപ്പെട്ട ഫലപ്രദമായ നാട്ടിലെ നിയമങ്ങൾ വെള്ളം ചേർത്ത് സർക്കാരിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രം സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷിച്ചാൽ മതി എന്ന് തീരുമാനിച്ച് പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കിയവരാണ് നിങ്ങൾ. ഈ ട്രാക്ക് റെക്കോർഡുള്ള നിങ്ങളാണോ ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് പാർലമെൻറ്റിൽ വന്ന് ഞങ്ങൾ അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിക്കാൻ പോവുകയാണ്, കേസിൽ പ്രതിയായി അറസ്റ്റിലായാൽ ഉടൻ തന്നെ ഇവരെയൊക്കെ പിടിച്ച് ഞങ്ങൾ പദവിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യും, അങ്ങനെ അഴിമതിക്കെതിരായ പോരാളികളായി മാറുമെന്ന് പറയുന്നത് ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ബില്ല് പാസ്സാക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എങ്ങനെയാണ് 30 ദിവസത്തിൽ കൂടുതൽ ആളുകളെ ജയിലിൽ അടയ്ക്കുന്ന രീതി എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, പ്രതിപക്ഷത്തിനറിയാം, കോടതികൾക്കറിയാം, ജനങ്ങൾക്കും അറിയാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ അഴിമതിക്കെതിരായ കുരിശുയുദ്ധം എന്ന് പറഞ്ഞ് ഈ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടി 2 പ്രധാനപ്പെട്ട ആളുകളെ, ഒന്ന് അരവിന്ദ് കെജ്രിവാളിനെയും അതുപോലെ തന്നെ ഹേമന്ത് സോറനെയും, ഈ 2 പേരെയും അറസ്റ്റ് ചെയ്ത ശേഷം അന്ന് പ്രതിപക്ഷത്തിനെ നോക്കിക്കൊണ്ട് BJP നടത്തിയ കൊലവിളിയൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് അവരെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ EDയുടെ ജോയിൻറ്റ് ഡയറക്ടർ, IRSലെ ഉദ്യോഗസ്ഥൻ കപിൽ രാജ്. മറന്നു പോകരുത് ഇന്ത്യൻ ചരിത്രത്തിൽ ഈ പേര്. കപിൽ രാജ് ജൂലൈയിൽ കഴിഞ്ഞ മാസം പദവിയിൽ നിന്ന് രാജിവെച്ചു, സർവീസിൽ നിന്ന് രാജിവെച്ചു. ജൂലൈ 17-ന്. കഴിഞ്ഞ ആഴ്ച ഇതേ കപിൽ രാജ് റിലയൻസ് ഇൻഡസ്ട്രീസിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിൽ നോക്കൂ എത്ര വ്യക്തമാണ് കാര്യങ്ങൾ. മോദിക്ക് വേണ്ടി, BJP സർക്കാരിന് വേണ്ടി വേട്ടപ്പട്ടിയുടെ പണിയെടുത്തയാൾ അവസാനം അത് രാജിവെച്ച് ശതകോടി ശമ്പളം കിട്ടുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിൽ, റിലയൻസ് ആടെയാണെന്ന് അറിയാമല്ലോ, അവിടെ പോയി ജോയിൻ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ നാടിൻ്റെ രീതി, ഇതാണ് നാട്ടിൽ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്ത് 30 ദിവസത്തിൽ കൂടുതലിട്ട് അവരുടെ പദവി കൂടി കളഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനമോ മന്ത്രിസ്ഥാനമോ കൂടി കളഞ്ഞ് അവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ അജണ്ട മാത്രമേ BJPക്കുള്ളൂ. ഇനി അഥവാ അത് നടന്നില്ലെങ്കിൽ പോലും, നടക്കാൻ സാധ്യതയില്ല, നടന്നില്ലെങ്കിൽ പോലും വോട്ട് ചോരി എന്ന് പറയുന്ന വലിയ വിഷയം കഴിഞ്ഞ 20 ദിവസം ഇന്ത്യ ചർച്ച ചെയ്ത, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും ഓരോ ജില്ലയും ചർച്ച ചെയ്ത, ഓരോ മാധ്യമവും ചർച്ച ചെയ്യാൻ നിർബന്ധമായ വിഷയം മറപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം എന്തായാലും നടക്കും. കാരണം ഇന്നും വോട്ട് ചോരി നമ്മൾ ചർച്ച ചെയ്തില്ല. പക്ഷേ നാളെ ഇന്ത്യ തിരിച്ചു വരും, ചർച്ച ചെയ്യും, നമ്മൾ ഈ വിഷയത്തിൽ മറുപടി ചോദിക്കുക തന്നെ ചെയ്യും. ബീഹാറിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ തെരുവിലൂടെ വാഹനത്തിൽ വെയിലും മഴയുമേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ആ മനുഷ്യനെ തളർത്താനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ
ഈ വിഷയത്തിൽ കോൺഗ്രസ്സുകാരായിക്കൊള്ളണമെന്നൊന്നുമില്ല ഇതിൽ പിന്തുണ കൊടുക്കാൻ, പക്ഷേ ഈ വിഷയത്തിൽ അയാളുടെ കൂടെ ഒരു വലിയ ജനസഞ്ചയം അണിനിരക്കുന്നുണ്ട്. നിങ്ങളുടെ ഇന്നത്തെ നാടകം കൊണ്ട് നാളെ വീണ്ടും ഇതിൻ്റെ പുറകെ പോകുമെന്നും രാഹുൽ ഗാന്ധിയെയും വോട്ട് ചോരിയെയും മറന്നുപോകും എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അമിത്ഷാ, മോദി സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഇന്നത്തെ സദാചാര പ്രസംഗം ജനം ചിരിച്ചു തള്ളുകയുള്ളൂ. അത് നടന്നു കഴിഞ്ഞു. Meet the editors.